ഒരു മുറിയും തുറക്കേണ്ട എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. UDF ശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും കോഴിക്കോടും ഇന്ന് പാലക്കാടും ഈ ഡെപ്യൂട്ടി കളക്ടറും ആൾക്കാരും ഒക്കെ ആ മുറി പോയി തുറന്നു. എന്നാൽ അവിടെ മത്സരിച്ച ഫാത്തിമ തഹിലിയ പറയുന്നത് ആ തുറന്ന മുറിയുടെ മുകളിലെ സ്ട്രോങ് റൂം എന്ന് എഴുതി വച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ UDFിൻ്റെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഫലം കണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കാണിച്ചിട്ടുള്ള തെണ്ടിത്തരം നമ്മളെല്ലാവരും കണ്ടതാണ്. ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയോ അല്ലെങ്കിൽ അവിടെ മത്സരിച്ചിട്ടുള്ള കാൻഡിഡേറ്റിൻ്റെയോ ഒരു അറിവും കൂടാതെ അവരെ ഒരു സാന്നിധ്യവും ഇല്ലാതെ സ്ട്രോങ് റൂം എന്ന് എഴുതി വെച്ചിട്ടുള്ള സ്ട്രോങ് റൂം തുറന്നിട്ട് തൊട്ടപ്പുറത്തെ റൂമാണ് തുറന്നത്. മെറ്റീരിയൽസ് എടുക്കാനാണ് പ്രിസൈഡിങ് ഓഫീസർ മറന്നു വെച്ചിട്ടുള്ള ഡയറി എടുക്കാനാണ്, ചപ്പെടുക്കാനാണ്, ചവറെടുക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് സ്ട്രോങ് റൂം തുറന്നത് കഴിഞ്ഞ ദിവസം വിവാദമായതാണ്. കേരളത്തിലെ എല്ലാ ആളുകളും അറിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അട്ടിമറി തന്നെയാണ്. വോട്ട് മറിച്ച് വേറൊരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ജനങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനൊക്കെ ഉള്ളൊരു വഴിയാണെന്ന് അധികാരം കഴിക്കുന്ന ആളുകൾക്ക് അറിയാവുന്നതാണ്, മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇവിടെ സ്ട്രോങ് റൂം തുറന്നാലും ഇല്ലെങ്കിലും ജനങ്ങൾ സമ്മതിദാനാവകാശം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ജനങ്ങൾ തീരുമാനിക്കുന്ന ആരാണോ അവരെ അവിടെ ജയിക്കും. ഇപ്പോൾ പേരാമ്പ്ര വെച്ച് നോക്കുകയാണെങ്കിൽ അത് ശക്തമായിട്ടുള്ള ഒരു മത്സരം നടന്നിട്ടുള്ളൊരു സ്ഥലമാണ് പേരാമ്പ്ര. ഏറ്റവും വലിയ കോമഡി അതല്ല. അതിനുശേഷം കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ സ്ട്രോങ് റൂം തുറന്നതിന് പിന്നാലെ ഇന്ന് ഈ പാലക്കാട് നെന്മാറയിൽ പോളിംഗ് നടന്നിട്ടുള്ള DCC തങ്കപ്പൻ മത്സരിച്ചിട്ടുള്ള നെന്മാറയിലെ സ്ട്രോങ് റൂം തുറക്കണം എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഇലക്ഷൻ ഉദ്യോഗസ്ഥർ, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ തങ്കപ്പനെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ അത് ഭയങ്കര വിവാദമായിരുന്നു. ഇന്നത് ഭയങ്കര വിവാദമായിരുന്നു. അങ്ങനെ ഇതിൽ മുഖ്യധാര തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇതിനകത്ത് ഇടപെട്ടിട്ട് കർശന നടപടി എടുത്തിരിക്കുകയാണ്. UDFിൻ്റെ വൻ പ്രതിഷേധത്തിന് അവസാനം 8ൻ്റെ പണി കിട്ടിയിരിക്കുകയാണ്. ഈ പറഞ്ഞിട്ടുള്ള ഇലക്ഷൻ ഉദ്യോഗസ്ഥർക്ക്, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് എന്തൊരു തെണ്ടിത്തരമാണ് കാണിക്കുന്നതല്ലേ. ഇവർ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എല്ലാം കഴിഞ്ഞിട്ട് ഇവർ മെഴുകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഡയറി മറന്നു വെച്ചു, പ്രിസൈഡിങ് ഓഫീസറെ ഡയറി മറന്നു വെച്ചു, അത് മറന്നു വെച്ചു, മെറ്റീരിയൽ എടുക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ കിടന്ന് മെഴുകുന്നത്. തൊട്ടപ്പുറത്തെ മുറിയാണ് തുറന്നിട്ടുള്ള, അപ്പുറത്തെ മുറിയിൽ ഇരിക്കുന്ന മെറ്റീരിയൽസ് എടുക്കാനാണ് തുറന്നതെന്നൊക്കെയാണ് കിടന്ന് മെഴുകുന്നത് അല്ലേ. ഇത്രയും ജനങ്ങൾ ഈ ചൂടത്ത് പെരുവെയിലത്ത് വയ്യാതെ പ്രായമായിട്ടുള്ള ആളുകളും സുഖമില്ലാത്ത ആളുകളും അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താനായിട്ട് മണിക്കൂറുകൾ പോയി നിന്ന് അവർ ചെയ്തിട്ടുള്ള വോട്ട് അത് അട്ടിമറിക്കാൻ ശ്രമം നടത്തി കഴിഞ്ഞാൽ ഒരിക്കലും അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ UPയിലും ബീഹാറിലൊക്കെ ആയിരുന്നു ഇതൊക്കെ നമ്മൾ കണ്ടുപോകുന്നത്. ഇപ്പോൾ കേരളത്തിൽ വരെ ഇതൊക്കെ എന്തുവാളെ ഇല്ലേ, എന്തോന്നാണ് ഇതൊക്കെ ഇല്ലേ. ഇതൊക്കെ ഒരു കാരണവശാലും ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. എൻ്റെ അഭിപ്രായം പറയുവാണെങ്കിൽ അവിടെ റീപോളിംഗ് ചെയ്യണം ആണ് വേണ്ടത്, റീപോളിംഗ് ചെയ്യണം. അപ്പോൾ എന്തായാലും പാലക്കാട് ഇന്ന് അട്ടിമറിക്കാനൊക്കെ ഉള്ള ശ്രമങ്ങൾ നടന്നു. എന്തായാലും അതൊക്കെ പരാജയപ്പെട്ടു. UDFിൻ്റെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധത്തിൽ 8ൻ്റെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് 8ൻ്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി എന്തായാലും എല്ലാത്തിനും കൂടെ പോയി ജയിലിൽ കിടക്കാം. ഇതിൻ്റെ പുറകിൽ നിന്ന് കളിച്ചിട്ടുള്ള ആളുകൾക്ക് എനിക്ക് തോന്നുന്നു ഒന്നുകിൽ പൈസ മേടിച്ചിട്ടാണല്ലോ ഈ പരിപാടിക്ക് ഇറങ്ങുന്നത്. ഇപ്പം ഒരു അനുമതിയും ഒരു അറിയിപ്പും ഇല്ലാതെയാണ് ഇവരൊക്കെ ഇത് ചെയ്തേക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പോലും അനുവാദമില്ലാണ്. അപ്പം മുഖ്യധാര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞേക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ കഴിയുന്നത് വരെ കേരളത്തിലെ ഒരു സ്ഥലത്തെയും ഒരു സ്ട്രോങ് റൂമും അതിൻ്റെ 7 അയലത്ത് പോലും പോകാനും പാടില്ല, തുറക്കാനും പാടില്ല എന്നൊരു ഉത്തരവാണ് ഇറക്കിയിരിക്കുന്നത്. ഇനി കാണാമല്ലോ ഇനി എന്തു ചെയ്യുമെന്ന്. എന്തായാലും ആ ഒരു വാർത്തയൊന്നും ഞാൻ ഇവിടെ വെച്ചിട്ട് നിങ്ങളൊന്ന് കണ്ടുപോകെ. സ്ട്രോങ് റൂം വിവാദത്തിൽ പ്രധാന തീരുമാനത്തിലേക്ക് വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ മുറികൾ തുറക്കരുതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശം. വോട്ടെണ്ണൽ കഴിയും വരെ തുറക്കരുതെന്നും സീൽ ചെയ്യാത്ത മുറികളും തുറക്കരുതെന്നും രത്തൻ കേൽക്കർ പറഞ്ഞു. വിശദാംശങ്ങൾ സവാദ് മുഹമ്മദ് നൽകും. സവാദ്, മെറ്റീരിയൽസ് റൂം തുറക്കാം, അപ്പുറത്തെ റൂം തുറക്കുന്നതിന് കുഴപ്പമില്ല, ചട്ടം പാലിച്ചാൽ മതി എന്നൊക്കെയാണ് ഇന്നലെ മുതൽ കേട്ടുകൊണ്ടിരുന്ന വിശദീകരണം. ഒരു റൂമും തുറക്കേണ്ട എന്നാണോ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ തീരുമാനം? തീർച്ചയായും അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം വാക്കാൽ അദ്ദേഹം 14 ജില്ലാ കളക്ടർമാർക്കും, അതായത് 14 ജില്ലകളിലെയും മുഖ്യ വരണാധികാരികൾക്ക് നൽകിയെന്നാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. അദ്ദേഹം അതിൽ പറയുന്നൊരു കാര്യം, സ്ട്രോങ് റൂം ആണെങ്കിലും അതിനോടനുബന്ധിച്ചുള്ള മറ്റ് മുറികളാണെങ്കിലും അവിടെ ഉദ്യോഗസ്ഥർ കൈവശം സൂക്ഷിക്കേണ്ട ഏതെങ്കിലും രേഖകൾ വെച്ച് പൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആ ഉദ്യോഗസ്ഥരാണ്. അത് ആ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ്. അതിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്
വോട്ടെണ്ണൽ ദിവസത്തിന് മുമ്പ് ഈ മുറികൾ തുറക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങനെ തുറന്നാൽ അത് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യാൻ കാരണമാകും. അത് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്ക് മേൽ ഒരു സംശയത്തിൻ്റെ നിഴൽ വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും മുറികൾ തുറക്കരുത്. അത് സ്ട്രോങ് റൂം ആണെങ്കിലും അതിനോടനുബന്ധിച്ചുള്ള മറ്റ് മുറികളാണെങ്കിലും സീൽ ചെയ്യാത്ത മുറികളാണെങ്കിലും തുറക്കരുത് എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. നമുക്കറിയാം, അല്പസമയം മുമ്പ് നെന്മാറയിലെ മണ്ഡലത്തിലെ ഒരു റൂം തുറക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ ആ റൂം ഇപ്പോൾ തുറക്കുന്നത് പാലക്കാട് ജില്ലാ കളക്ടർ മാറ്റിവെച്ചു. അത് ഈ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ തീരുമാനം മാറ്റിയത്, തുറക്കാനുള്ള തീരുമാനം മാറ്റിയത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്നലെ പേരാമ്പ്രയിൽ ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ, അതേ തുടർന്നുണ്ടായിട്ടുള്ള വിവാദം, ആരോപണങ്ങളെ വളരെ ഗൗരവത്തോടെ തന്നെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കാണുന്നത്. അവിടെ ഈ റൂം തുറന്നതിൽ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നുള്ള ആരോപണമുണ്ട്. മുൻകൂട്ടി രേഖാമൂലം സ്ഥാനാർത്ഥികളെയും ഏജന്റുമാരെയും അറിയിച്ചില്ല. ഒപ്പം തന്നെ തുറക്കാനിടയായിട്ടുള്ള സാഹചര്യം വളരെ ചെറിയ നിസ്സാരമായ കാരണങ്ങൾ കാണിച്ചുകൊണ്ടാണ് അത് തുറന്നിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നത്. അപ്പോൾ ആ നടപടികളിൽ പേരാമ്പ്രയുടെ കാര്യത്തിൽ എടുത്തിട്ടുള്ള നടപടികൾ കൃത്യമായൊരു വിശദീകരണം ഇപ്പോൾ ജില്ലാ കളക്ടറോട് ചോദിച്ചിരിക്കുകയാണ്. ഇനി സമാനമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു മുൻകരുതലിൻ്റെ ഭാഗമായിട്ടാണ് ഇനി ഒരു മുറികളും ഇത്തരത്തിൽ തുറക്കാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം വാക്കാൽ ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയിരിക്കുന്നത്. ഷാനി, സവാദ്, അങ്ങനെ തുറക്കാതെ പറ്റില്ല, അപ്ഡേറ്റ് ചെയ്യാനുണ്ട്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്, കണക്കുകൾ അപ്ഡേറ്റ് ചെയ്യാനുണ്ട് എന്നാണ് ഇന്നും ഇന്നലെയുമായൊക്കെ റിട്ടേണിംഗ് ഓഫീസർമാർ നൽകിക്കൊണ്ടിരിക്കുന്ന വിശദീകരണം. അതെന്ത് ചെയ്യും? തീർച്ചയായും അത് എന്ത് ചെയ്യുമെന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. കാരണം അതിന് നമുക്കിപ്പോൾ ഒരു ഉത്തരമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഇവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് നടപടികളുടെ ഭാഗമായി പൂർത്തിയാക്കേണ്ട ചില പേപ്പർ വർക്ക്സ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചില രേഖകൾ, ഇപ്പോൾ ഈ ഡയറി എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഈ റിട്ടേണിംഗ് ഓഫീസേഴ്സ് കൈവശം വെക്കേണ്ട ഡയറികളാണ്. അപ്പോൾ അത്തരം ഡയറികൾ എടുക്കണം, അതിൽ വിവരങ്ങൾ രേഖപ്പെടുത്തണം. അതിനുള്ള ഒരു കൃത്യമായ നിശ്ചയിച്ചിട്ടുള്ളൊരു സമയപരിധിയുണ്ട്. ആ സമയപരിധി നാളെ അവസാനിക്കുന്നു. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഇത് തുറന്നില്ലെങ്കിൽ അതൊരു വലിയ വീഴ്ചയ്ക്ക് കാരണമാകില്ലേ, മറ്റ് പ്രശ്നങ്ങളിലേക്ക് കാരണമാകില്ലേ എന്നൊരു ചോദ്യമുണ്ട്. ഏതായാലും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നത് ഉദ്യോഗസ്ഥർ കൈവശം വെക്കേണ്ട രേഖകൾ അത് ഒരിക്കലും അടച്ച് മുറിയിൽ വെക്കാൻ പാടില്ല, അത് അവർ കൈവശം വെക്കേണ്ടതാണ്. അത് അങ്ങനെ വെച്ചിട്ടില്ല, അത് ഈ മുറിക്കകത്ത് അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അത് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ആ ഉദ്യോഗസ്ഥർക്കാണ്, അതിൻ്റെ വീഴ്ചയുടെ ഉത്തരവാദിത്തം ആ ഉദ്യോഗസ്ഥർക്കാണ്. സ്വാഭാവികമായും അവർ അതിനുള്ള മറുപടി നൽകേണ്ടി വരും, അതിനുള്ള നടപടി സ്വീകരിക്കേണ്ടി വരും, അവരത് ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ അടിയന്തര സാഹചര്യത്തിൽ ഇങ്ങനെ അബദ്ധത്തിൽ ഇതിനകത്ത് പെട്ടുപോയിട്ടുള്ള രേഖകളുടെ കാര്യത്തിൽ എന്തു ചെയ്യുമെന്നുള്ളത് ഒരു പക്ഷേ അത് ഒരു കേസ് ബൈ കേസായി ഒരു അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ പരിശോധിച്ച് വേണമെങ്കിൽ ഒരു ഇളവ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയേക്കാം. ഇപ്പോൾ പാലക്കാട്ടെ കാര്യത്തിൽ അത് കൃത്യമായും തെരഞ്ഞെടുപ്പ് ഓഫീസറെ, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിനെ ഇത് അറിയിക്കുകയും അതിൻ്റെ സാഹചര്യങ്ങൾ വിശദീകരിക്കുകയും മറ്റ് സ്ഥാനാർത്ഥികളെയും ഏജന്റുമാരെയും ഒക്കെ സംസാരിച്ച് ഇത് വളരെ അത്യാവശ്യമാണ്, വളരെ അടിയന്തരമാണ്, അത് തുറക്കാതെ പറ്റില്ല എന്നൊരു സാഹചര്യം ഉണ്ടായാൽ ആ നടപടിക്രമങ്ങളൊക്കെ പാലിച്ച് അത് ഒരു ഇളവ് നൽകാം. പക്ഷേ അത് എല്ലാവർക്കും ഒരു ബ്ലാങ്കറ്റ് ആയിട്ടുള്ള ഒരു ഇളവായിരിക്കില്ല, കേസ് ബൈ കേസ് പരിശോധിച്ചുള്ള ഒരു ഇളവായിരിക്കും നൽകുക. അതിനുള്ള സാഹചര്യം ഉണ്ടോ എന്നുള്ളത് തീരുമാനിക്കുക, അത് പരിശോധിച്ച് ഉറപ്പാക്കുക മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരിക്കും. ഏതായാലും ഈ റൂമുകൾ തുറന്നുള്ള നടപടികൾ ഇനി ഏകപക്ഷീയമായി നടക്കില്ല എന്ന് തന്നെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇപ്പോൾ ഉറപ്പാക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഇടപെടലാണ് സവാദ് റിപ്പോർട്ട് ചെയ്യുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ് സ്ട്രോങ് റൂമുമായി ബന്ധപ്പെട്ട വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ അടച്ചിരിക്കുന്ന ഒരു മുറിയും തുറക്കേണ്ട എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. UDF ശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും കോഴിക്കോടും ഇന്ന് പാലക്കാടും വലിയ ആക്ഷേപവും പരാതിയും ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓക്കെ, ഇത് സംഭവം വേറൊന്നുമല്ല. ഇത് തോക്കും എന്ന് ഉറപ്പായപ്പോഴത്തേക്ക്, തോക്കും എന്ന് ഉറപ്പുള്ള മണ്ഡലങ്ങളെല്ലാം അട്ടിമറിക്കാനുള്ള ശ്രമമാണ്. വോട്ട് അട്ടിമറിച്ച് ജയിക്കാനുള്ള പരിപാടിയാണ് ഇവിടെ നോക്കുന്നത്. തോക്കുമെന്ന് ഉറപ്പുള്ള മണ്ഡലങ്ങൾ യാതൊരു സംശയമില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത്, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് എല്ലാവരും ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അപ്പം ഇവിടെ തോക്കുമെന്ന് ഉറപ്പായപ്പോഴത്തേക്ക് ആ മണ്ഡലങ്ങളിലെല്ലാം അട്ടിമറി നടത്താനാണ് ശ്രമിച്ചത്. ഇപ്പം തന്നെ
പേരാമ്പ്ര കഴിഞ്ഞിട്ട് നേരെ വന്നത് പാലക്കാടാണ്. പാലക്കാട് 8 നിലയിൽ പൊട്ടുമെന്നറിയാം. കാരണം പിഷാരടി നല്ല വൻ ഭൂരിപക്ഷത്തോടുകൂടി പാലക്കാട് ജയിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അവിടെയും സ്ട്രോങ് റൂം തുറക്കണമെന്ന് വാശി പിടിച്ചത്. എന്തായാലും ഇതൊക്കെ ചീറ്റിപ്പോയി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 8ൻ്റെ പണിയാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽസ് എടുക്കുന്ന റൂമാണ് തുറന്നതെന്നാണ് ഇവർ പറഞ്ഞത്. അവിടെ ഇത് അറിഞ്ഞ ഉടനെ സ്പോട്ടിൽ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഫാത്തിമ തഹലിയ അവിടെ പറന്നെത്തി. ഇപ്പോൾ പുള്ളിക്കാരി നോക്കിയപ്പോഴത്തേക്ക് ഇവർ തുറന്ന റൂമിൻ്റെ ഫ്രണ്ടിൽ സ്ട്രോങ് റൂം എന്ന് എഴുതിയിട്ടുണ്ട്. സ്ട്രോങ് റൂം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം മെറ്റീരിയൽസ് വെച്ച റൂമാണെങ്കിൽ എന്തുകൊണ്ട് വെളിയിൽ സ്ട്രോങ് റൂം എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നു? അപ്പം ഇവർ തുറന്നത് സ്ട്രോങ് റൂം തന്നെ ആണ്. പിന്നെ മെറ്റീരിയൽസ് വെച്ചേക്കുന്ന റൂമാണ് തുറന്നെന്ന് പറയുമെങ്കിൽ ഇത് ഈ സ്ട്രോങ് റൂമിനോട് ചേർന്ന റൂമിലാണ് മെറ്റീരിയൽസ് വെച്ചതെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് വേറൊരു അട്ടിമറിയും കൂടെ നടക്കാനുള്ള, വേറൊരു ഉടായ്പും കൂടെ നടക്കാനുള്ള സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ വെച്ചേക്കുന്ന റൂമെന്ന് പറഞ്ഞാൽ ആ റൂം തുറന്നിട്ട് സ്ട്രോങ് റൂമിൻ്റെ ആ ഭിത്തി തുറന്നിട്ട് അതിലൂടെ പെട്ടി കൈക്കലാക്കി ചിലപ്പം അങ്ങനെ വോട്ട് അട്ടിമറിക്കാനുള്ള പരിപാടിയും ഇതിനകത്ത് പ്ലാൻ ചെയ്ത് കാണും. കാരണം അതിലൂടെ ഈ പറഞ്ഞിട്ടുള്ള ഭിത്തി ഹോളിട്ടിട്ട് അതിലൂടെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കളയും. ഈ തോക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അതല്ല അതിനപ്പുറം ചിലപ്പം മേൽക്കൂര ഓടെല്ലാം കൂടെ ഇളക്കിയിട്ട് ഈ പറഞ്ഞിട്ടുള്ള അതിലൂടെയും ചിലപ്പം കടത്തിക്കൊണ്ട് പോയി കളയും പെട്ടികൾ. അതല്ല അതിനപ്പുറവും ചെയ്ത് കളയും. പാലക്കാട്ടിലെ എന്തായാലും സംഭവം ചീറ്റിപ്പോയി. അപ്പോൾ എന്തായാലും ഈ റിട്ടയർഡ് SP ജോസഫ് സാറ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ, പുള്ളിയുടെ ഐഡിയയിൽ പുള്ളി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടുപോകെ. കോഴിക്കോട് വെള്ളിമാട് കുന്നിലെ JDTയിലെ ആണ് അതീവ രഹസ്യ സ്വഭാവത്തോടു കൂടി ആ വോട്ടിംഗ് മെഷീന് സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ കാവൽ കേന്ദ്രസേന തന്നെയാണ്. ലോക്കൽ പോലീസിനോ മറ്റുള്ളവർക്ക് ആർക്കും അവിടെ സ്ഥാനമില്ല. അതുകൊണ്ട് ഈ മുറി തുറന്നു എന്ന ആക്ഷേപം വളരെ വ്യാപകമായി കേരളത്തിലെ എല്ലാ മുക്കിലും മൂലയിലും എത്തിയിരിക്കുന്നു. കേന്ദ്രത്തിലും ആ വിവരങ്ങൾ എത്തിയിട്ടുണ്ട്. പേരാമ്പ്ര മണ്ഡലത്തിലെ സ്ട്രോങ് റൂമാണ് തുറന്നതെന്ന് പറയുന്നു. ഉദ്യോഗസ്ഥർ, ഡെപ്യൂട്ടി കളക്ടർ അത് നിഷേധിച്ചു. കാരണം കൗണ്ടിങ്ങിൻ്റെ ചില സാധനങ്ങളൊക്കെ അതിനടുത്ത മുറിയിലുണ്ടായിരുന്നു, അവിടെ തുറക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ചാർജ്, വോട്ടിംഗ് മെഷീൻ്റെയൊക്കെ ചാർജുള്ള ഡെപ്യൂട്ടി കളക്ടർ തന്നെ ആണ് ആ മുറി തുറന്നത്. സ്ട്രോങ് റൂമിനോട് ചേർന്നുള്ള മുറി തുറന്നു എന്ന് സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തിനാണ് ഇപ്പോൾ അവിടെ പോയി തുറന്നത്? ആരുടെ ഉത്തരവിലാണ് അത് തുറന്നത്? എന്താവശ്യത്തിന്? കുറേ കടലാസോ അതോ ഇതോ എടുക്കാനുണ്ടെങ്കിൽ ഇങ്ങനൊരു ആക്ഷേപം അത് വരുത്തരുതായിരുന്നു. കാരണം വീണ്ടും അവിടെ ഒരു പോളിംഗ് നടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ആക്ഷേപം അത്ര ശക്തമാണ്. അവിടെ മത്സരിച്ച ആ സ്ഥാനാർത്ഥികളുടെ ഏജൻറ്റുമാരെ 2 പേരെയും അറിയിച്ച് അവരുടെ സാന്നിധ്യത്തിലാണ് തുറന്നതെന്ന് ഡെപ്യൂട്ടി കളക്ടർ പറയുന്നുണ്ട്. അവിടെ മത്സരിച്ചവരെ ഏജൻറ്റുമാർക്ക് ഒരു 24 മണിക്കൂർ മുമ്പ് നോട്ടീസ് കൊടുത്തില്ല. തുറക്കുന്നതിന് തൊട്ട് മുമ്പ് രാവിലെ 8 മണിക്ക് അവർക്ക് ഫോണിൽ കൂടെ വിളിച്ച് വിവരം പറഞ്ഞു. അവരവിടെ എത്തി. അങ്ങനെയാണ് അതിൻ്റെ വിശദീകരണം ഡെപ്യൂട്ടി കളക്ടർ നൽകുന്നത്. കേന്ദ്രസേനയെ മാത്രം പോകാൻ അനുമതിയുള്ള ആ സ്ട്രോങ് റൂമിൻ്റെ അടുത്ത മുറി തുറക്കാൻ എന്ന വ്യാജേനയാണ് പോയെന്നും പറയുന്നു. ആ കൂടെ സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥരും ഈ ഡെപ്യൂട്ടി കളക്ടറും ആൾക്കാരും ഒക്കെ ആ മുറി പോയി തുറന്നു. എന്നാൽ അവിടെ മത്സരിച്ച ഫാത്തിമ തഹലിയ പറയുന്നത് ആ തുറന്ന മുറിയുടെ മുകളിൽ സ്ട്രോങ് റൂമെന്ന് എഴുതി വച്ചിട്ടുണ്ടെന്ന്. താനവിടെ അറിഞ്ഞു ചെന്നപ്പം തന്നെ കയറ്റാൻ അനുവദിച്ചില്ല. അവിടെ മത്സരിക്കുന്ന ഒരാൾ താനാണ്, അതുകൊണ്ട് തനിക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് തൻ്റെ സാന്നിധ്യത്തിൽ വേണമായിരുന്നു അവിടെ കയറാൻ. തൻ്റെ ഏജൻറ്റുമാരെ അറിയിച്ചത് തന്നെ 24 മണിക്കൂർ മുമ്പ് ഏജൻറ്റുമാരെ അറിയിക്കണമായിരുന്നു. ഏജൻറ്റുമാരെ അറിയിച്ചാൽ ഏജൻറ്റുമാർ അവിടെ മത്സരിക്കുന്ന അവരുടെ സ്ഥാനാർത്ഥികളെ അറിയിക്കും. അതുപോലെ അതിൻ്റെ ഉത്തരവാദപ്പെട്ട DCCയുടെയോ അല്ലെങ്കിൽ CPMൻ്റെ അതിൻ്റെ ജില്ലാ ലെവലിലുള്ള നേതാക്കന്മാരെ അറിയിക്കും. ഓക്കെ, ഇവിടെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് വെച്ചാൽ പ്രിസൈഡിങ് ഓഫീസർ അവരുടെ ഡയറിയോ ബുക്കോ എന്തെങ്കിലുമൊക്കെ മറന്നു വെച്ച് മെറ്റീരിയൽ മറന്നു വെച്ചിട്ട് പോയി അതെടുക്കാനാണ് ഇവർ വന്നതെന്ന് പറയുന്നത്. ഇപ്പോൾ എന്തുകൊണ്ട് ഇത്രയും പോളിംഗ് കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ട്
അവർ മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പിറ്റേന്ന് തന്നെ ഇതിനെ പറ്റിയിട്ട് അവർക്ക് ഓർമ്മ കാണുമല്ലോ. ഇത്രയും ദിവസമായിട്ട് അവരെന്തുകൊണ്ട് എടുക്കാൻ വന്നില്ല, എന്തുകൊണ്ട് ഇതിനെ പറ്റിയിട്ട് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് ഇവർ പറഞ്ഞില്ല. ഇങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ മെറ്റീരിയൽസ് ഇവർ എന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ മറന്നു വെച്ചിട്ടുണ്ട്, ഡയറിയോ ചപ്പോ എന്തെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞിട്ടില്ല? വേണ്ടുന്ന ഉദ്യോഗസ്ഥരോട്, അവിടെ ഉള്ള ആ മത്സരിച്ചിട്ടുള്ള കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ അവിടെ ഉള്ള അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോട് എന്തുകൊണ്ട് ഇവർ പറഞ്ഞില്ല? അതൊരു ചോദ്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അട്ടിമറി തന്നെയാണ് അല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ഇത് തോൽക്കുമെന്ന് ഉറപ്പായപ്പോഴത്തേക്ക്, അവിടെ തോൽവി ഉറപ്പിച്ചപ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും അവിടെ വോട്ട് അട്ടിമറിച്ചിരിക്കാനുള്ളൊരു പരിപാടിയാണ് ഇവിടെ നടത്തിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ അവരുടെ സംവിധാന അവകാശം അവർ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അവർ രേഖപ്പെടുത്തിയത് അത് മറ്റ് ഈ പറഞ്ഞിട്ടുള്ള ഉടായ്പകൾ കാണിച്ച് അട്ടിമറി കാണിച്ച് വേറൊരാളെ ജയിപ്പിക്കാനല്ല. ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ എന്തിനാണ് പോളിംഗ് വെച്ചത്? എന്നാൽ പിന്നെ അവരവർക്ക് തോന്നിയ ആളുകളെ പിടിച്ചങ്ങ് നിർത്തിയാൽ പോരടെ ഇവിടെ. ഈ പോളിംഗ് പിന്നെ എന്തിനാണ് വെച്ചത്? എന്തിനാണ് ഇത്രയും ഈ വയ്യാത്ത ആളുകളെയും അസുഖമുള്ള ആളുകളെയും ആ വെയിലത്ത് നിർത്തി ഈ വോട്ട് ചെയ്യിപ്പിച്ചത്? എന്നാൽ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ. യു പിയിലും ബീഹാറിലും അവിടെ ഇവിടെ നടക്കുന്നത് പോലെ അതുപോലെ അങ്ങ് ചെയ്താൽ മതിയല്ലോ. ജനങ്ങളുടെ ഈ പറഞ്ഞിട്ടുള്ള ജനങ്ങളുടെ അവകാശങ്ങളും എല്ലാം നിഷേധിച്ചുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങളിൽ ജനങ്ങളെ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ലായിരുന്നല്ലോ. തോന്നിയവർക്ക് തോന്നുന്ന പോലെ കയറി ഇരുന്നങ്ങ് ഭരിച്ച് ജയിച്ച് മുമ്പോട്ട് പോയാൽ പോരെ അല്ലേ? എന്തായാലും ഇവിടെ റീപോളിംഗ് തന്നെ ചെയ്യണം. റീപോളിംഗ് ഇവിടെ അട്ടിമറിക്ക് ഒരു ശ്രമം നടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് റീപോളിംഗ് ചെയ്യണം. അതാണ് വേണ്ടുന്നത്. എന്തായാലും ഇതിനെതിരെ നിങ്ങൾ നോക്കി, അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വരെ അവർ ഇതിന് നിന്നെന്ന് ഓർക്കുമ്പോഴത്തേക്ക് ഇങ്ങനൊരു സംഭവം നടക്കുന്നു. സ്ട്രോങ് റൂം തുറക്കണം. അപ്പോൾ അവരെന്താ ചെയ്യേണ്ടത്? അവർക്ക് മേലുദ്യോഗസ്ഥരായിട്ടുള്ള ആളല്ലേ അവർ അറിയിക്കേണ്ടത്. അവർ വേണ്ടുന്ന ആളുകളെ അറിയിക്കണം. അപ്പോൾ അവർ പോലും ഇതിന് കൂട്ടുനിന്ന്. അപ്പോൾ ഇതിലൂടെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഇത് അട്ടിമറി തന്നെയാണെന്ന് അല്ലേ? വോട്ട് അട്ടിമറിക്കാനുള്ള പരിപാടിയാണ് ഇവിടെ കാണിച്ചത്. അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എന്തായാലും പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ഡയറിയും ചപ്പും ചവർക്ക് അതൊക്കെ സൂക്ഷിക്കേണ്ടത് അതൊക്കെ അവരുടെ കടമയാണ്. ഇവിടെ മുഖ്യധാര തെരഞ്ഞെടുപ്പ് ഓഫീസർ കമ്മീഷൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഓഫീസർ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അവരവരുടെ സാധനങ്ങൾ അവരവർ സൂക്ഷിക്കേണ്ട കടമ അവരവരെയാണ്. അതിൻ്റെ ഉത്തരവാദിത്തം അവരവരാണ്, അല്ലാതെ നാട്ടുകാരല്ല. അല്ലാതെ ഈ വോട്ട് ചെയ്ത ജനങ്ങളല്ല അതിനൊക്കെ ഉത്തരവാദി, അവരവരാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള വോട്ട് എണ്ണിക്കഴിയുന്നത് വരെ, തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെ വെയിറ്റ് ചെയ്യണമായിരുന്നു. അതാണ് വേണ്ടുന്നത്. എന്തായാലും ഇത് ജനങ്ങളിൽ ഭയങ്കര ഒരു സംശയം തന്നെയാണ് ഇത് ഉളവാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതിനെതിരെ ശക്തമായിട്ട് തന്നെ നടപടിയെടുക്കണം. അപ്പം എന്തായാലും ഇത് കാണിച്ചത് തെണ്ടിത്തരം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്, എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് എല്ലാവരും ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ഇതിനിപ്പോൾ ആര് കാണിച്ചാലും ഇത് തെണ്ടിത്തരം തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.